ഞങ്ങളുടെ പെങ്ങളിനെ അങ്ങനെ ഇവിടെ നല്ല ഒരുത്തി ഓർത്ത് ഞാൻ എന്നെ ദുഃഖിക്കില്ല. അനുമോളും അനീഷും തമ്മിലുള്ള പ്രപ്പോസൽ സീൻ ഞാൻ അറിഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താ? ഇവൻ ഇത് നാട്ടുകാരെ അറിയിക്കണം, ഞാൻ ത്രൂ എന്റെ തലയിൽ ഇട്ടിട്ട്. ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി മുൻ ഭാര്യ ഡിവോഴ്സ് ആണല്ലോ, ഇയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. അനീഷ് അനുമോളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അനീഷിനെതിരെ ഒരു പരാതി ഉണ്ട്, അതായത് കേസ് എടുത്തിട്ടുള്ള ഒരു വകുപ്പുണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ എക്സ് വൈഫായിട്ടുള്ള ആ വ്യക്തി കൊടുത്തിട്ടുള്ള കേസായിരുന്നു. അന്ന് ആ ഭാര്യയ്ക്ക് സൗന്ദര്യം ഇല്ലായിരുന്നു എന്നും സൗന്ദര്യക്കുറവെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് പരാതി പോയിട്ടുള്ളത്. സീരിയസ്ലി ഈ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഞാൻ എന്തായാലും FIR ഇട്ടിട്ട് അതിലുള്ള കണ്ടന്റ് ഒന്ന് മെയിനായിട്ടുള്ള വായിച്ചു തരാം. 1 മുതൽ 4 കൂടിയ പ്രതികളിൽ, അതായത് 1 മുതൽ 4 എന്ന് പറയുമ്പോൾ അനീഷിന്റെ അനിയനുണ്ട്, അനീഷിന്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനീഷുണ്ട്. ഈ 4 പേരുടെ പേരിൽ കേസുണ്ട്. ആ പ്രതികളിൽ 1-ാം പ്രതി ക്രിസ്ത്യൻ മതാചാര പ്രകാരം 1-ാം പ്രതിയാണ് അനീഷ്. 17/2/2019 തീയതി ആവലാതിക്കാരിയെ വിവാഹം കഴിച്ച് കോടന്നൂരിലുള്ള പ്രതിയുടെ വീട്ടിൽ താമസിപ്പിച്ച് വരവെ 22/2/2019 തീയതി മുതൽ 15/10/2019 തീയതി വരെ ആവലാതിക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ആവലാതിക്കാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വിവാഹം ചെയ്ത ശേഷം ആവലാതിക്കാരിക്ക് ലഭിക്കേണ്ടതായ സ്നേഹത്തോടുള്ള ദാമ്പത്യ ബന്ധം പുലർത്തി ജീവിക്കാതെയും 1 മുതൽ 4 കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞ് മറ്റും ഒത്തൊരുമിച്ചും ഉത്സാഹികളായി വർത്തിച്ച കാര്യം. അതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് ആയിട്ട് ഈ ഒരു വിഷയത്തിൽ വരുന്നത്. അനീഷിന്റെ കുടുംബവും ചേർന്ന് ആ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു, സൗന്ദര്യത്തിന്റെ പേരിലും മറ്റു പല പേരിലും ആ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ പറയുന്നത്. ഞാൻ ബേസിക്കലി ഒരു കാര്യം പറയാം. ഇവര് തമ്മിലുള്ള സത്യത്തിലെ പ്രശ്നം എന്താണ്, എന്തിനാണ് ഇവർ വേർപിരിഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. അത് അറിയേണ്ട കാര്യവും നമുക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഇവർ ആരും കൊണ്ട് ഇടാത്തടത്തോളം കാലം ഡിവോഴ്സിന് വേണ്ടിയിട്ട് അന്ന് ഈ അനീഷിനെതിരെ, അനീഷിന്റെ കുടുംബത്തിനെതിരെയും ആ സ്ത്രീ കൊടുത്തിട്ടുള്ള പരാതിയിലുള്ള കണ്ടന്റാണ് മെയിനായിട്ട് വായിച്ചത്. അതില് ആ പെൺകുട്ടിക്ക് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാണ് അനീഷ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അനീഷ് എത്രത്തോളം ചെറ്റയാണെന്നുള്ളൊരു ചോദ്യം അവിടെ വരെയാണ്. ഇവ ഇങ്ങനെയുള്ളവനായിരുന്നു. ഒരു പെൺകുട്ടിക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വലിച്ചിട്ട് അടിച്ചു, കുടുംബം അടക്കം ചേർന്ന് ഉപദ്രവിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. ബേസിക്കലി ഞാനൊരു കാര്യം പറയാം. ആർക്കും ആരെ പേരിൽ വേണോ കൊണ്ട് പരാതി കൊടുക്കാം. FIR ഇടണോ ഇടണ്ടേ എന്നുള്ളത് പോലീസിന്റെ തീരുമാനമാണ്. പിന്നെ എവിടെയായാലും ഒരു പെണ്ണ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം കുറച്ച് കൂടുതലാണ്. എന്നാൽ ഒരു പെണ്ണ് വന്ന് പറഞ്ഞിട്ട് ബലമില്ലാതെ പോയത് രേണുസുതി എനിക്കെതിരെ കൊണ്ടു കൊടുത്ത കേസിൽ മാത്രമാണ്. അവിടെ വന്ന് കിടന്ന് കച്ചറ പരിപാടി കാണിച്ചപ്പോൾ പോലീസുകാർക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ആദ്യം അവർ കേസ് എടുക്കാത്തത്. പിന്നെ മോളിൽ നിന്നൊക്കെ പിടിപ്പിച്ചാണ് പിന്നെ കേസ് ഇട്ടത്, FIR ഇട്ടത്. ഓക്കെ, അതായത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനീഷിനെതിരെ ആ സ്ത്രീ അന്ന് കൊടുത്തിട്ടുള്ള പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് എനിക്കറിയില്ല. അതിന്റെ റീസൺ ഈ പരാതിയിൽ പറയുന്നത് പോലെ സൗന്ദര്യത്തിന്റെ പേരിൽ അനീഷ് ആക്രമിച്ചോ അല്ലെങ്കിൽ ഉപദ്രവിച്ചോ അതെനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ കുടുംബം അടക്കം ഒന്നിച്ചിട്ട് ഉപദ്രവിച്ചെന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി പറയുന്നു. അത്രയും ചെറ്റയായിരുന്നു അനീഷ് എന്നുള്ളൊരു ചോദ്യവും കൂടി അവിടെ ബാക്കിയാവുകയാണ്. എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ പറ്റുവാണെങ്കിൽ അനീഷ് എന്നെ പുറത്ത് വന്ന് പറയട്ടെ. പക്ഷെ ഞാനിത് ഇവിടെ എടുത്ത് പറയാനുണ്ടായ റീസൺ, ഒരു വ്യക്തി, വേറെ ആരുമില്ല, എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഡാനി സത്യം വന്നിട്ട് കോരെ ഈ ഒരു വിഷയമായിട്ട് പ്രസംഗിക്കുന്നത് കണ്ടായിരുന്നു. ഇവിടെ ആർക്ക് വേണോ, ആരുടെ പേരിൽ വേണോ, വ്യാജ പരാതി ഉൾപ്പെടെ എന്ത് വേണോ എഴുതി പിടിപ്പിച്ച് ചേർത്ത് കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. അത് ബേസിക്കലി മനസ്സിലാക്കണം. ഒരു യൂട്യൂബറാണ് ഡാനി സത്യ. താങ്കൾ ഇത്രയും വിവരമില്ലാതെ വന്നിരുന്ന് വായി തോന്നി കോതയ്ക്ക് വട്ടങ്ങി വിളിക്കില്ല. എല്ലാം സ്ഥാപിക്കുന്ന രീതിയിൽ വിളിച്ച് പറയരുത്. നിനക്ക് എന്തെങ്കിലും കീഴത്ത് അറിയാവോ? ഒരു FIRന്റെ കോപ്പി കണ്ടെന്ന് വെച്ചും കൊണ്ട് നീ അത് അങ്ങ് ഉടനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ രേണുസുതി എനിക്ക് എതിരെ കൊണ്ടുകൊടുത്ത പരാതിക്ക് അവിടെ FIR ഇട്ട് ആ പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ആ ഒരു എത്തിക്സും കാര്യങ്ങളും കീപ്പ് ചെയ്ത് സത്യത്തിനൊപ്പം നിന്ന് അറിഞ്ഞതും കണ്ടതും കേട്ടതും തെളിവ് സഹിതം സത്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്, അല്ലെ? അതിന്റെ പേരിൽ അവൾ കൊണ്ടൊരു വ്യാജ പരാതി കൊടുത്ത്, അപ്പോൾ ഒരു സ്ത്രീ കൊണ്ടൊരു വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സ്റ്റേഷനിൽ പരാതി അങ്ങ് സ്വീകരിക്കും, FIR ഇടും. അതുപോലെ ഒരു FIR ആകാം.
അതുകൊണ്ട് നമ്മൾ അങ്ങ് ഉറപ്പിച്ച് പറയില്ല അനീഷ് ചെറ്റയാണെന്നുള്ള രീതിയിൽ. അല്ല ഡാനി സത്യം പറഞ്ഞാൽ ഞാനൊന്ന് കൊടുക്കാം. ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി മുൻ ഭാര്യ ഡിവോഴ്സ് ആണല്ലോ, ഇയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സൗന്ദര്യത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ പെണ്ണിനെ പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേസും കാര്യങ്ങളും ഒക്കെ. ഇത് കോടതി 4 പേരുടെ പേരില്ല, അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇതിനകത്ത് കിടപ്പുണ്ട്. എൻ്റെ അത് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിരുന്ന് വായിച്ച് നോക്കിയപ്പോൾ സൗന്ദര്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇയാൾ അതുപോലെ ഇത് ചെയ്തിട്ടുള്ളത് 4 പേരുടെതിരെയാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. ആ വ്യക്തിയാണ് ഇപ്പൊ വന്നിട്ട് ഓക്കെ അത് വ്യക്തി തന്നെ ബി വന്നു സ്ത്രീകൾക്കെതിരെയാണ് സംസാരിക്കാൻ തുടങ്ങിയത്, അതെല്ലാവർക്കും അറിയാം. ആ പുള്ളി പിന്നെ ഓരോ ദിവസം മാറി 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 നല്ലതാ, മാറി വരുന്നത് നല്ലതൊക്കെ തന്നെ. പക്ഷേ ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ഇയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പല കാര്യത്തിലാണെങ്കിൽ പോലും. ഇപ്പം പുള്ളിയെന്ന് ഇഷ്ടമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഫാമിലിയാണ്, അതാണ്, പിന്നെ അല്ലെങ്കിൽ അനുമോൾക്ക് ഒറ്റയടിക്ക് പറയായിരുന്നു. ഇത് അനുമോടെ ഭാഗത്ത് ഞാൻ ഇതാകുമ്പോൾ പറയും കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ ചേട്ടാ പറ്റത്തില്ല ഇന്ന പോലെ കാര്യം. ഇത് പുള്ളി കുറച്ച് കഥകളൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇത് പോട്ടെ, ഇത് കേൾക്കാട്ട ഭാഗത്തിൽ തന്നെ അങ്ങനെ എണ്ണിച്ച് പോവുകയും ചെയ്ത് പിണങ്ങി നടക്കുകയും ചെയ്യുന്നത്. എല്ലാവരെക്കാളും മെച്യൂരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഈ പണി കാണിക്കുന്ന ഒരു മനുഷ്യനും വിചാരിച്ചില്ല. എന്താ മെച്യൂരിറ്റി വെച്ചിട്ടാണ് ഒരാൾക്ക് ഇഷ്ടം ഒരാളോട് തോന്നുന്നത്? നീ എന്ത് വിട്ടിത്തനോടാ വിളിച്ചു പറയുന്ന ഡാനി സത്യ? ബേസിക്കലി ഇവൻ എന്ത് പൊട്ടത്തനമാണ് ഇവന്റെ വീഡിയോയിൽ വിളിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നി. ഒരു പെണ്ണ് ഒരാൾക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തു, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുകയോ അതിനെ പറ്റിയിട്ട് ഒരു തേങ്ങ അറിഞ്ഞൂടാണ്ട് വന്നിരുന്നിട്ട് വാന്ന് FIRന്റെ കയ്യിലുണ്ട്, നിന്നാ പിടിച്ച് പൊക്കി പിടിച്ച് കാണിക്കുന്നത്. ഇവിടെ FIR ആർക്ക് വേണോ നമ്പർ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും FIRന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അത് വലിയ ആന കാര്യമൊന്നുമല്ല. എന്റെയിലും കിടക്കുന്നുണ്ട് FIR, അതിന്റെ ഇതാണ് ഞാൻ എടുത്ത് വെച്ച് വായിച്ചത്. അത് വലിയ ആന കാര്യമൊന്നുമല്ല. പിന്നെ ആർക്ക് വേണോ ആരുടെ പേരിൽ വേണോ പരാതി കൊണ്ട് കൊടുക്കാം. അത് സത്യമാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ കാലക്രമേണ തെളിയത്തുള്ളൂ. ഇവിടെ ഡാനി സത്യൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പറയുന്ന സമയത്ത് കുറച്ചു പേരെങ്കിലും ഉറപ്പായിട്ട് വിശ്വസിക്കും, അനീഷ് അങ്ങനെയുള്ള ഒരുത്തനാണെന്ന്. ഇവിടെ വക്കീല് പറയുന്നത് പോലെ എഴുതി പിടിപ്പിച്ച് കയറ്റി കൊടുക്കും. അത് വേറൊരു സത്യം. പറയുന്നത് പോലെയൊക്കെ കുറച്ച് മസാലയും ചേർത്തങ്ങ് വിടും, കേസ് കൊടുക്കും. അങ്ങനെ തന്നെയാണ്. ആർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാലും ഇല്ലാത്ത കുറച്ച് കാര്യം കൂടി ചവിട്ടിക്കയറ്റി വിടും. അതങ്ങനെയാണ് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം. ഈ ഡാനി സത്യൻ എന്ന് പറയുന്നവൻ എന്തറിഞ്ഞിട്ടാണ് ഇതെല്ലാം ഉറപ്പിച്ച് സ്ഥാപിച്ച് ഒപ്പിട്ട് സീലും അടിച്ചും കൊണ്ട് ഇറങ്ങി തിരിച്ചെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഓക്കെ, FIRൽ പറയുന്നുണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ പീഡിപ്പിച്ച്, കുടുംബത്തോടെ സൗന്ദര്യത്തിന്റെ പേരിൽ പീഡിപ്പിച്ച്. അങ്ങനെയാണെങ്കിൽ കെട്ടിയ സമയത്ത് കണ്ടില്ലേ, അല്ലെങ്കിൽ കെട്ടാൻ വേണ്ടി പെണ്ണ് കാണാൻ പോയപ്പോൾ കണ്ടില്ലേ സൗന്ദര്യമൊന്നും? അതുകൊണ്ട് അതൊന്നും എനിക്ക് അത്ര തോന്നുന്നില്ല. ഇനി മേ ബി അങ്ങനെ അനീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറ്റത്തനമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കുക തന്നെ ചെയ്യണം. പിന്നെ അവർ രണ്ടുപേരും 2 വഴിക്ക് ഡിവോഴ്സായിട്ട് 2 വാക്കായിട്ട് പോയ കേസും കൂടിയാണ്. ഇനി അവരെയും കൂടി ഇതിൻ്റെ അകത്ത് വലിച്ചിട്ട് വീണ്ടും ഒരു സംഭവം ഉണ്ടാക്കുന്നത് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. 2 പേർക്കും പ്രശ്നമില്ലാതെ 2 പേരും 2 പേരുടെ ഇഷ്ടപ്രകാരം വേർപിരിഞ്ഞ് പോയ കേസാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഇനി ഒരു സംസാരം വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പൊ എന്തിനാണ് ഏത് അടിസ്ഥാനത്തിലാണ് ഡാനി സത്യ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കണ്ടപ്പോൾ നിന്നെയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഇനി ഞാൻ വേറെ കുറച്ച് ക്ലിപ്പുകൾ കൊടുക്കാം. അനീഷും ഈ അനുമോളും തമ്മിലുള്ള പ്രേമം, അതുപോലെ സായി സീക്രട്ട് ഏജന്റ് ഇപ്പം കാര്യമില്ലാത്ത കാര്യത്തിന് ഏറി കയറി നടക്കുകയാണ്. അതിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട്. അവൻ പൈസ വാങ്ങിച്ച്, അതുപോലെ മറ്റേ ഉഡായിപ്പാണ്, അവനാണ് എല്ലാത്തിന്റെ കുത്തിത്തിരിപ്പ്, ഇങ്ങനത്തെ ഒരു സംസാരം നടക്കുന്നുണ്ട് കരക്കമ്പിൽ. അതിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട്. അതിനു മുന്നേ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. സാബുമാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ അത്യാവശ്യം ശരിയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്, കൊടുക്കാം. ഇവിടെ അറിയാലോ ബിഗ് ബോസിൽ വന്ന് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ചിലവർ ലവ് ട്രാക്ക് പിടിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് പോകാം. അപ്പൊ അനീഷയുടെ ചെയ്തെന്ന് പറഞ്ഞാൽ അനീഷയുടെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ഹിറ്റ് ആൻഡ് ഫ്ലോപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് അനീഷയുടെ മാസം, ഇടയ്ക്ക് അനീഷയുടെ ഒറ്റപ്പെടൽ കളിക്കും, ഇടയ്ക്ക് വിക്ടിം കാർഡ് കളിക്കും. അതുപോലെ ലവ് ട്രാക്കും. അതെ, അങ്ങനെയും ആവാം. സാബുമാൻ പറഞ്ഞതുപോലെ എല്ലാ ഒറ്റപ്പെടലും മറ്റതും മറിച്ചതായിട്ടുള്ള പല 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 കോപ്രായങ്ങൾ അനീഷ് കാണിക്കാറുണ്ട്. അതുപോലെ ഒരു ലവ് ട്രാക്കും ആവാം. പക്ഷെ എന്നാലും കണ്ടിട്ട് അങ്ങനെയും തോന്നുന്നില്ല. ഒരുപക്ഷെ മനസ്സിൽ തൊട്ട് പറഞ്ഞതായിരിക്കും. പക്ഷെ ഈ സമയത്ത് അനീഷ് പറഞ്ഞതിൽ എനിക്ക് യോജിപ്പില്ലടേ. ഇതൊരുമാതിരി നാട്ടുകാരുടെ ഇടയിൽ നീ അനുമോളെ ഇട്ടുകൊടുക്കുകയും നീ ഏറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നാളെ അനുമോളെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേര് പറയും, അവള് ഒലിപ്പിച്ചുകൊണ്ട് നടന്നതല്ലേ, അവളല്ലേ അവനെ അങ്ങനെ പറയിപ്പിക്കേണ്ട രീതിയിൽ പ്രേരിപ്പിച്ചത്, അവനെ കൊണ്ട് ഇഷ്ടം തോന്നിപ്പിച്ചത് ഇവളല്ലേ. പണ്ട് ദിൽഷയ്ക്ക് കിട്ടിയതുപോലെ റോബിനെ ദിൽഷ താച്ചെന്ന് പറഞ്ഞുകൊണ്ട് ദിൽഷയ്ക്ക് എണ്ണാക്കി കിട്ടിയില്ലേ, അതുപോലത്തെ ഒരു സാധനം ഇവിടെ അനുമോക്കെതിരെ വരാനുള്ള ചാൻസ് ഉണ്ട്. കമന്റ് ബോക്സുകളിൽ അങ്ങനെ വരുന്നുണ്ട്. പല വീഡിയോസും അതുമായി റിലേറ്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് അനുമോള് ഇങ്ങനെയാണ്, അവനെ വളയ്ക്കാൻ ശ്രമിച്ച്, അനുമോളാണ് അവന്റെ പിറകെ നടന്നത്, അവനില്ലാത്ത ആഗ്രഹം കൊടുത്തു, ഹോപ്പ് കൊടുത്തു, കോപ്പ് കൊടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് ഇറങ്ങുന്നുണ്ട്. കമന്റുകളിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവൾ ഒരിടവും വന്നിട്ട് സീരിയസ് ആയിട്ട് അനീഷിന്റെ അടുത്ത് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല. കളി തമാശയായിട്ട് ഉള്ള രീതിയിൽ അനീഷ് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ സമയം മുതൽ കുറച്ച് അവനായിട്ട്
അളന്ന് ആ സംഭവമാണ് നടന്നിട്ടുള്ളത്. കുറച്ചധികം അളന്ന് നല്ല പോലെ ഒന്ന് അളന്ന് ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു അനുമോൾ അനീഷിനെ. അതും കണ്ടും കൊണ്ട് നേരെ ഇഷ്ടമാണ്, കൊടയാണ്, കോലാണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പോയതാണ്. അനീഷ് പോയത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. അനീഷിന്റെ അഭിപ്രായം പറഞ്ഞു, അനീഷിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് ഡീൽ ചെയ്ത് റിജക്ട് ചെയ്ത് അനുമോൾ വിട്ടു. അതിനെ തുടർന്ന് ഇവൻ പെരുക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കേസിൽ അനീഷ് കാണിച്ചിട്ടുള്ള തോന്നിവാസമാണ് ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത്. അതായത് അനീഷിന് അനുമോളത്ത് ഇഷ്ടം തോന്നി, കല്യാണം കഴിക്കണമെന്നാണല്ലോ പറഞ്ഞ. സ്വന്തം പെങ്ങളെ പോലെ കണ്ട ഒരു വ്യക്തിയെ ഒരു പോയിന്റ് കഴിയുമ്പോൾ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്തയില്ലാത്ത പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു പോയിന്റിൽ അനീഷ് അനുമോളെടുത്ത് നമ്മുടെ പെങ്ങളെ കുട്ടിയെന്ന് പറയുന്നുണ്ട്, നമ്മുടെ പെങ്ങളെ കുട്ടിയെന്ന് പറയുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് കൊടുക്കാം, കണ്ടു നോക്കാം. ഇല്ലല്ലോ ഇതെന്നെ വിളിക്കില്ലല്ലോ ആദ്യം. അത് നീ പുറത്തുള്ള കാര്യം എടുത്തിരുന്ന ഇനി വിളിക്കില്ലോ അതിനുള്ള എല്ലാ കിട്ടാണെങ്കിൽ വിളിച്ചാലും വിളിച്ചില്ലും ഞങ്ങളുടെ പെങ്ങളിന് അങ്ങനെ വേണ്ട, ഞങ്ങളുടെ പെങ്ങൾ അങ്ങനെ എന്ന് പറയുന്നുണ്ട്. അവിടെ ഷിയാസ്കരും അനീഷ് എന്ന് പറഞ്ഞ ഒരു വിളിയും വിളിക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ പെങ്ങളെന്നാണ് പറയുന്നത്. പെങ്ങളെന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ, സഹോദരി. സഹോദരിക്ക് തുല്യമായിട്ട് കണ്ട ഒരു വ്യക്തിയെ അടുത്തൊരു പോയിന്റ് എത്തിയപ്പോൾ ക്രഷ് അടിച്ച് നേരെ റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുപോയി കല്യാണം കഴിക്കാനുള്ള പ്ലാനിലോട്ട് അനീഷിന്റെ മൈൻഡ് പോയിട്ടുണ്ടെങ്കിൽ അത് പോക്കൃത്തനമാണ്, അത് തന്തയില്ലാത്ത പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി പറയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പെണ്ണിനെ ഒരിക്കൽ പെങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവളെ ഭാര്യയായിട്ട് കാണാനുള്ള മനസ്സ് വരത്തില്ല. അതായത് എന്റെയൊക്കെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്തയില്ലാത്ത പോക്കൃത്തന വർത്തമാനമാണ് അപ്പൊ കാണിച്ചിട്ടുള്ള സ്വഭാവമാണ് കാണിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി അങ്ങനെ ഒരു പോയിന്റിൽ പെങ്ങളെ പോലെ കാണുന്ന അല്ലെങ്കിൽ പെങ്ങളെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ഊള പരിപാടിയാണ്. അനീഷ് പോക്കൃത്തനമാണ്. ഈ ഒരു ക്ലിപ്പും കൂടി കണ്ടപ്പം എനിക്ക് തികഞ്ഞെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോഴത്തെ അനീഷിന്റെ അവസ്ഥ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവളെന്നല്ല ഒരുത്തി ഓർത്ത് ഞാൻ എന്നെ ദുഃഖിക്കില്ല. ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കില്ല, വിശ്വസിക്കില്ല. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. ചിരിക്കാണ്ട് എന്നാ പറയാനാ, ആരടാ ഇതെല്ലാം പണി വെച്ചിരിക്കുക, സൂപ്പർ സാധനം. ഇനി ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. അതായത് അനീഷാണല്ലോ അനുമോളെ പ്രപ്പോസ് ചെയ്തത്. അനീഷാണ് അനുമോളെ പ്രപ്പോസ് ചെയ്തിട്ട് നൈസായിട്ട് അനുമോൾ അത് ഹാൻഡിൽ ചെയ്ത് റിജക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. നൈസായിട്ട് വളരെ മെച്ചുവർ ആയിട്ട് അവൾ അതിനെ റിജക്ട് ചെയ്ത് വിട്ട്. അതിനുശേഷം അനുമോൾ അനീഷിന്റെ അടുത്ത് മിണ്ടാൻ പോയപ്പോ അനീഷിന്റെ ചീഞ്ഞ പരിപാടി സ്വഭാവം കാണണ്ടേ, കാണിച്ചു തരാം. പിന്നെ അമ്മ കൊള്ളാൻ വരുമോ? എനിക്ക് സംസാരിക്കണമെന്നില്ല. ഇല്ല അതന്നെ വരുമോ? ഇല്ല, എനിക്ക് സംസാരിക്കണമെന്നില്ല. ഇല്ല അതന്നെ സംസാരിക്കണമെന്നില്ല. ഇല്ല സംസാരിക്കാം. ഇപ്പൊ എന്നാ ജാടയാടാ അനീഷ്, ഇത് ഊളപ്പരിപാടിയല്ലേ? സീരിയസ്ലി എനിക്ക് ഇഷ്ടമുള്ള 3 പേരാണ് അനീഷ്, ഷാനവാസ്, അനുമോൾ. ഇതില് അനീഷ് വെറും പട്ടിത്തീട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്നാ ജാടയാ, എന്നാ ക്യാരക്ടറാ. ഞാൻ സീരിയസ്ലി പറയുവാണ്, ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തി ഒരു പെണ്ണുങ്ങളും കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അനീഷിനെ പോലത്തെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് ഗട്ട്സുള്ള ആരുടെ ഉള്ളതെന്ന് എനിക്കൊന്ന് അറിയാനൊരു ആഗ്രഹം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി രാത്രി അനുമോൾ ആദിലെടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. ഞാൻ ഇത് ഇല്ല ചുമ്മാ തമാശക്ക് സീരിയസ് ആക്കി എടുത്തെന്ന് വിചാരിച്ചു. അങ്ങനെ തോന്നിയത്. അനുമോള് ജസ്റ്റ് ചുമ്മാ ഒരു കളി തമാശയായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യം. അനീഷ് തന്നെയാണ് ആദ്യം പറഞ്ഞത് ഗിസേലിന്റെ അടുത്ത് കൃഷി, രണ്ടാമത് അനുമോളുടെ അടുത്ത് കൃഷി എന്ന് പറഞ്ഞു. അങ്ങനെ അനുമോളുടെ അടുത്ത് കൃഷി എന്ന് പറഞ്ഞപ്പോ അവൾ ആദ്യം മുതലേ അനീഷിനെ വാരി കളത്തി കൊണ്ട് നടക്കുവാണ് ആ ഒരു പേരും പറഞ്ഞ്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തവനായി പോയല്ലോടെ അനീഷ് എന്ന് ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി പിന്നെ അല്ലാണ്ട് എന്നാടാ പണി വെച്ചിരിക്കും. അവളത് വാരി നടന്നപ്പോൾ അവൾ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അവളെ പോയി പ്രപ്പോസ് ചെയ്യുന്നു, അവൾ റിജക്ട് ചെയ്തപ്പോൾ വീണ്ടും മോന്തയും പെരുകി വെച്ചുകൊണ്ടിരിക്കണം. എന്ത് എത്തിക്സ് ആടായി അനീഷ് കാണിക്കുന്ന ക്യാരക്ടർ ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അനീഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി, നോവിൻ കടലിൽ മുങ്ങിത്തപ്പി മുത്തകൾ ഞാൻ ഭാരി ലോകമേ. ആ ഒരു അവസ്ഥയാണ് അനീഷിന്റെ അവസ്ഥ. അനീഷ് എന്നാടാ പണി വെച്ചിരിക്കുക. സത്യം പറഞ്ഞ ഇത് അഭിനയമാണെങ്കിൽ നിനക്കൊരു ഓസ്കാർ തരേണ്ടി വരും. എന്ത്
നോക്കപ്പുറത്ത്. എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പൂജാപുഷ്പമാണിവൾ. ഹൈബ്രിഡ് വെറൈറ്റി. ഞാൻ കാത്തിരുന്ന കടവൻ എന്റെ ദുഷ്യന്തൻ ഇദ്ദേഹമല്ലേ? അമ്പോ, ഊക്കുകളുടെ ട്രോളുകളുടെ പൊടി പൂരമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിലും അനീഷിന്റെ ആർമിയുടെ അനുമോളുടെ ഇടയിൽ പെട്ടുപോയത് സായിയാണ്. സായി അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് പല വോയിസുകൾ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്. സത്യം പറഞ്ഞ വ്യാജമാണ്. സായി ഒരിക്കലും അങ്ങനത്തെ ഒരു തന്തയില്ലാത്ത പരിപാടി ചെയ്യത്തില്ല. കാരണം അവന് യൂട്യൂബറാണ്. അവന്റെ യൂട്യൂബ് കരിയർ ചെയ്യുന്ന തൊലയും. പിന്നെ PR വാങ്ങുന്നതിനേക്കാളും നല്ല പൈസ യൂട്യൂബിൽ നിന്ന് സായി ഉണ്ടാക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് സായിക്ക് അത്രയും ഗതികേടില്ല. അത് ബേസിക്കലി മനസ്സിലാക്കുക. സായിക്ക് അത്രയും ഗതികേട് എന്തായാലും ഇല്ല. എന്നിട്ട് സായി പൈസ വാങ്ങി എന്ന് പറയുന്നതിൽ എനിക്ക് അർത്ഥമായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു യൂട്യൂബേഴ്സ്, അതും അത്യാവശ്യം റീച്ചിൽ നിൽക്കുന്ന ആരും പൈസ മേടിക്കത്തില്ല. PR ഏറ്റെടുക്കത്തില്ല. ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവന്റെ ഗതി അതോ ഗതിയെന്ന് അവനവൻ എന്നെ തിരിച്ചറിയാം. നാളെ അവന്റെയൊക്കെ കുഴികൾ അവനൊക്കെ തന്നെ തോണ്ടുമെന്നുള്ളൊരു കാര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഉറപ്പായിട്ട് ആരും PR ഏറ്റെടുക്കത്തില്ല. ഈ സായിയുടെ തലയിൽ കൊണ്ടെല്ലാം കൂടി ഇട്ടുകൊടുത്തും കൊണ്ട് അനീഷിന്റെ ഫാൻസ് ഗ്രൂപ്പ് ചെയ്യുന്ന നാറിയ പരിപാടി, അതില് ഒരു വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ജീവിതത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു നാറിയാണ് അവൻ. സീരിയസ്ലി പറയാം, ഞാൻ കൂടുതലൊന്നും പറയില്ല, ഒറ്റ വാക്കിൽ ഞാൻ അങ്ങ് നിർത്തി. അത് പേഴ്സണൽ അനുഭവമാണെന്ന് അങ്ങ് കൂട്ടിക്കോ. അത് തന്നെയാണ്. അവനെ പോലുള്ള നാറികൾ ഇല്ലാത്ത പല കഥകളും ഇല്ലാത്ത പല നാറിത്തനങ്ങളും മെനഞ്ഞ് പറഞ്ഞുണ്ടാക്കി ഊളത്തനം കാണിക്കാൻ ബെസ്റ്റ്. അത്രയും ഞാൻ അവനെ കുറിച്ച് പറയുന്നുള്ളൂ. ഇതിന്റെ അപ്പുറമൊന്നുമില്ല. എല്ലാം കൂടി സായിയുടെ തലയിൽ കൊണ്ടിട്ട് കൊടുത്ത് സായിയെ നാറ്റിച്ച് നാറാണത്താക്കാനുള്ള ഒന്നാം തരം നാറിയ പരിപാടികൾ ഇതിന്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. എന്തായാലും സായിയുടെ വീഡിയോയിലുള്ള കുറച്ച് ഭാഗങ്ങളും ഈ വളിരാജിന്റെ വോയിസ് അടക്കം സായി വയ്ക്കുന്നുണ്ട്, കേട്ടു നോക്കാം. അനുമോളും അനീഷും തമ്മിലുള്ള പ്രപ്പോസൽ സീൻ ഞാൻ അറിഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താ? ഇവൻ ഇത് നാട്ടുകാരെ അറിയിക്കണം. ഞാൻ എന്റെ തലയിലിട്ടിട്ട് ഞാൻ പറഞ്ഞു, നീയല്ലടാ PR, എനിക്ക് എങ്ങനെ അറിയാൻ പാടും? അങ്ങനെ സാധനം ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ ഇനീഷ്യൽ സാധനം അതാണ്. ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇത് ചോദിച്ചു. അപ്പൊ ഇവന്റെ ആവശ്യം എന്തായിരുന്നു? ഈ സാധനം പുറത്തു വിടണം. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള സാധനം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ബിഗ് ബോസിന്റെ പ്രൊമോ വരുന്നതിന് മുമ്പ് അനീഷ് PR-ന് ഈ സാധനം ജനങ്ങളെ അറിയിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ വെള്ളപൂശൽ നടത്തണം, അനുമോളെ ഡീഫെയിം ചെയ്യണം, ഈ പരിപാടികൾ അവർക്ക് തുടങ്ങണം. ഇതേ മൈൻഡ് സെറ്റുള്ള ഇവൻ ഈ ഇന്നലെ ഏകദേശം ഒരു 8 മണിയാവുമ്പോൾ രാത്രി ഈ സാധനം ഇട്ടു. എപ്പിസോഡ് വരുന്നതിന് മുമ്പ് 8:55 9 മണിയാകുമ്പോഴത്തേക്ക് ഇവൻ ഈ സാധനം ഇട്ടു. ഇവൻ ഇട്ടതിന് ശേഷം ഇവൻ എന്ത് കാണിച്ചു അറിയോ? അടുത്തതൊരു വോയിസ് ഓർന്നിട്ടു. ഈ വോയിസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഒരു ലൈവും അല്ല, ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസിനകത്ത് ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞു. ഇത് PR ക്ലബ്ബുകാർ മാത്രം അറിഞ്ഞു. ഈ അറിഞ്ഞതിൽ നിന്ന് ഒരു PR ക്ലബ്ബിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. മനസ്സിലായോ? ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇത് സായി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അനീഷിന്റെ PR ക്ലബ്ബിൽ നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? കണ്ടോ? സായി പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. സായി പറയേ, ഞാൻ ആരോട് പറയാൻ? എന്റെ മൈൻഡ് ഇങ്ങനെ, ഞാൻ ആരോട് പറഞ്ഞിട? ഇവന്മാരെന്തീ പറയുന്നത്? ഞാൻ ആരോട് പറഞ്ഞു പറയും? ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പില് ഇപ്പൊ നമുക്ക് ചിലപ്പോ പല വഴികളിലൂടെ പല കാര്യം അറിയാം. എന്റെ പൊന്നു സായണ്ണ, ഞാൻ ഒരു കാര്യം പറയും. വിജയ എന്ന് പറയുന്നവൻ പരമനാറിയാണ്. പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി പല തട്ടിപ്പ് നടത്തുന്നതിൽ ബെസ്റ്റാണ് ഈ വിജിരാജ് എന്ന് പറയുന്നവൻ. അവനെ നമ്പരുത്. അവൻ പറയുന്നതേ ഫേക്കാണ്. അവൻ വാ തുറക്കുന്നത് തിന്നാനും കള്ളം പറയാനും വേണ്ടി മാത്രമാണ്. നമ്പേ ചെയ്യരുത്. പേഴ്സണൽ അനുഭവമാണ്. സീരിയസ്ലി ആര് ഇവനൊക്കെ സപ്പോർട്ട് ചെയ്താലും ഞാൻ അവർക്കെതിരിക്കും. കാരണം അത്രയും വലിയ ചെറ്റയാണ് അവനെന്ന് എനിക്കറിയാം. സായിയെ ഇല്ലാത്ത കാര്യത്തിൽ വലിച്ചിടുന്നത് അവൻ തന്നെയാണ്. അവൻ അല്ലെങ്കിൽ അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരെ വലിച്ചിട്ടും കൊണ്ട് അവൻ്റെ അവിടെ സംസാരിച്ച് മറ്റേ ഒലത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കാം. അത്ര തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്നവനാണ് അവൻ. അവനെ ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിൽ മനഃപൂർവ്വം സായിയെ വലിച്ചിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ അവനും അവന്റെ ടീമും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അവന്റെ പിന്നിൽ ഒരു വൻ ശക്തി തന്നെയുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പുകളിൽ കയറിയിട്ട് ഏതൊക്കെ ഊളത്തനങ്ങൾ കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും അടപടലം പൂട്ടി ലോക്കിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തെടുത്ത് പുറത്തുനിന്നോന്നേ ഞാൻ പറയത്തുള്ളൂ. ഓരോത്തന്നെ വെറുതെ വിടല്ലേ നാറികള്. അല്ലെങ്കിൽ ഈ വാപ്പിളിയൊന്നും മനുഷ്യന്മാരെ അടുപ്പിക്കൂല, അത് വേറെ കേസ്.
ഇനി ഇവൻ ഏത് ഗ്രൂപ്പിലാണ് പോയിരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഏത് ഗ്രൂപ്പായാലും അവിടെ ഇരുന്നും കൊണ്ട് സായിക്കിട്ടുള്ള പണിയാണ് തന്നുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. സായി ബാക്കി പറഞ്ഞു. ഈ പ്രപ്പോസൽ സീൻ നടന്നപ്പോൾ അടക്കം പല ഡീറ്റെയിൽസും എനിക്ക് അടിക്കായിരുന്നു. ഞാൻ അടിച്ചിട്ടില്ല, അടിക്കാനും പോകുന്നില്ല. ഓക്കെ, വെളിയിൽ വന്നാൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ സ്വയം കരുതുന്നത് കൊണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും വന്നാൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് വരുമ്പോൾ മാന്യമായിട്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോവാറുണ്ട്. അത് ഇനിയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വിഷയം ഇത് എൻ്റെ തലയിൽ വെച്ച് തന്നപ്പോൾ ഞാൻ ഈ വിജിരാജ് അഞ്ചലിനെ വിളിച്ചു. ആരാണ് നിന്നെ കൊണ്ട് ഇത് സീക്രട്ട് ഏജന്റ് ആണ് പറഞ്ഞത് ഈ പ്രപ്പോസൽ സീനിനെ കുറിച്ച് എന്നും സീക്രട്ട് ഏജന്റ് പ്ലാൻ ചെയ്ത് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യുന്നു നിന്നെ കൊണ്ട് ആര് പറയിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ അനീഷ് PR എക്സ്പോസ്ഡ് ആയി. വിജിരാജ് ബ്രോ, അല്ല ആ വീഡിയോയുടെ കാര്യമില്ല, അല്ല ഓഡിയോയുടെ കാര്യമില്ലേ? കാരണം ഇന്നലെ എനിക്കിത് കുറെ പേര് ഗ്രൂപ്പിൽ അയച്ചു. തോമസ് ജോർജ് അത് ഗ്രൂപ്പിലിട്ടു. പിന്നെ പേഴ്സണലി കുറെ പേര് എനിക്ക് അയച്ചു. ഞാൻ നോക്കുമ്പോ ഇത് ഞാൻ ഈ പറഞ്ഞ അനീഷിന്റെയോ അനുമോളുടെയോ ഈ പ്രപ്പോസൽ സീന് ഞാനൊരാഴ്ചയായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല ഗ്രൂപ്പിലും. എന്ത് ചേട്ടാ, ഞാൻ കാര്യം പറയട്ടെ. രാവിലെ എന്നെ പുള്ളിക്കാരെ സനീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര് ഈ സനീഷ്? സനീഷ് നമ്മുടെ MS ഗ്രൂപ്പ് മറ്റേ PR ചെയ്യുന്ന MS ഗ്രൂപ്പ്, അനീഷിന് PR ചെയ്യുന്ന ഗ്രൂപ്പ് അല്ലേ? അപ്പൊ പുള്ളിക്കാരൻ എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വിളിച്ചിട്ട് ഇന്നലത്തെ എപ്പിസോഡ് ഫുൾ എനിക്ക് പറഞ്ഞു തന്നു. അല്ല ഇന്നലത്തെ അല്ല, ഇന്നിപ്പോ നമ്മൾ ഈ കണ്ട എപ്പിസോഡിലെ ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചായിരുന്നു. ഇന്ന് ഒരു 9 മണി വരെയുള്ള എപ്പിസോഡൊക്കെ എനിക്ക് ഏകദേശം അറിയാം. പറഞ്ഞു. അപ്പൊ ഇത്ര എപ്പിസോഡ് എനിക്ക് കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നിരുന്നു. തന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ തോമസ് ജോർജ് ഓൾറെഡി ഇത് അറിഞ്ഞിട്ട് ഗ്രൂപ്പില് ഒരു എന്തോ BBMS അങ്ങനെ കണ്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാനുണ്ട്. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരെ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ പറയുവാണ് തങ്കച്ചന്റെ കാര്യവും തങ്കച്ചനെ അനു ചതിച്ചു. ആക്ച്വലി പല ഗ്രൂപ്പിലും അനീഷിന്റെ PR എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അല്ല, പുള്ളിക്കാരൻ PR ആണ്. ശരിക്കും സനീഷിന്റെ സുഹൃത്താണ് ഈ തോമസ് ജോർജ്. അല്ല, പുള്ളിക്കാരൻ PR ആണ്. ശരിക്കും സനീഷിന്റെ സുഹൃത്താണ് ഈ തോമസ് ജോർജ്. അത് എനിക്ക് തോന്നുന്നു അനീഷിന്റെ ചേട്ടനെ പോലും അറിയാമോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സനീഷിനോട് ചോദിക്കാൻ നേരത്ത് പറയുന്നത് പുള്ളിക്കാരൻ അറിയാന്നാണ് പറയുന്നത്. അറിയാന്നാണ് പറയുന്നത്. പക്ഷെ ഇവര് ഇത് ചെയ്യുന്നില്ലേ? ഇപ്പൊ നമ്മൾ പറയുന്ന അനുമോൾക്ക് 16 ലക്ഷത്തിന്റെ PR ഉണ്ടെന്ന് പറയുന്നു. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യം അറിയില്ല. പക്ഷെ ആ ഒരു അതുണ്ടല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളിക്കാരൻ ആദ്യം എന്നോട് പറഞ്ഞു മൈജിയുടെ എന്ന് പറഞ്ഞു. പക്ഷെ അല്ല, പുള്ളിയുടെ ചേട്ടൻ തന്നെ കൊടുത്തിയ അത് പുള്ളി എന്നോട് പിന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇവ ഈ വേല കാണിച്ചോണ്ടാണ് ഞാൻ സനീഷിനെ രാവിലെ വിളിച്ചപ്പോഴും പറയുന്നത് എന്റെ പേര് വെളിയിൽ പോവല്ലെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് വേറെ വഴിയില്ലല്ലോ ഈ തോമസിനെ കാണിക്കുന്നത്. അല്ല, എന്താ പ്രശ്നം അറിയോ? സനീഷ് ആണെങ്കിലും തോമസ് ആണെങ്കിലും ഒരു വഴിക്കും ഇതിൽ ബന്ധപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതെ. അല്ല, ഞാൻ നിങ്ങളുടെ പേര് പറയാൻ കാരണം വേറൊന്നുമല്ല. എന്നോട് ഈ തർക്കം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ കാര്യം അവിടെ ചോദ്യം ചെയ്ത ഉടനെ തൊട്ടു പുറമെ ഈ തോമസ് ജോർജിന്റെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ഈ വോയിസ് എടുത്ത് ഫോർവേഡ് ചെയ്ത് സനീഷിന് കൊടുത്തു. അപ്പൊ സനീഷ് അവിടെ പറയുന്നുണ്ട്, ഇവിടെ ഒരു കാരണവശാലും എന്നോട് എന്റെ പേര് പറയരുത്, നീ ഒരു കാര്യം ചെയ്ത് സായി ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, സായിയുടെ പേര് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ പേര് പറയുന്നത്. മനസ്സിലായി. അതായത് പക്ഷെ ഞാനിത് ഫോർവേഡ് ആകുന്നു, ഇത്ര വലിയ ഇഷ്യൂ ആകുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സനീഷ് ഇത് നൈസായിട്ട് ഇന്റെ പേര് പറഞ്ഞു എന്ന് വിജയരാജിനോട് പറഞ്ഞു. അതെ. തോമസ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ ഒരു ഗ്രൂപ്പില് ഇന്റെ ഡോഗിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഈ ഡോഗിനെ കുറിച്ച് പറഞ്ഞ വിജയരാജ് ബ്രോക്ക് അറിയാലോ, എനിക്ക് അത് ഭയങ്കര സെന്റിമെന്റ്സാ. ഞാൻ ചീത്ത പറയും. ബിഗ് ബോസിലും കണ്ടിരുന്ന സംഭവം. അപ്പൊ ഞാൻ ചീത്ത പറയും. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ കണ്ണു മൂക്ക് നോക്കാതെ വായ തോന്നി. നിങ്ങളെ ചീത്ത വിളിക്കുന്നത് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഞാൻ ഇവനെ നല്ല ചീത്ത വിളിച്ച്, വീട്ടുകാരടങ്ങി ഞാൻ ഇവനെ ചീത്ത വിളിച്ച്. അപ്പോഴാണ് ഇവൻ സോറി പറയുന്നത്. ഇത് ഏതോ ഒരു ഗ്രൂപ്പ് വഴി നിങ്ങളുടെ വോയിസ് വിളിവിടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഞാൻ ഈ തോമസ് ജോർജിനെ ചീത്ത വിളിച്ചപ്പോ ഇവനൊന്നും തിരിച്ചു പറയാനില്ല. അല്ല, ഇത് മാന്യമായിട്ട് ഞങ്ങൾ 3-4-5 പേര് നടത്തി. അതിനകത്ത് കുറെ പേരുടെ ഈ PR ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ അക്ബർക്കടെ ഉണ്ട്, അത് കണക്ക് തന്നെ അനീഷിന്റെ ഉണ്ട്, ഷാനവാസിന്റെ, എല്ലാവരുടെയും കുറെ അംഗങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പൊ നോർമലി അവിടെ നടന്നൊരു ടോക്കാണ് ഈ പറയുമ്പോൾ തങ്കച്ചൻ ചേട്ടനെ വെച്ച് പറയുക. 30 വയസ്സുള്ളൊരു
ആളെ വെച്ചിട്ട് 10-30 വയസ്സുള്ള പെൺകൊച്ചിനെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇത് ചോദ്യം ചെയ്തു. മനസ്സിലായി. പക്ഷെ അങ്ങനെയാണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. തലേക്ക് ഇട്ടേതാ ഞാൻ ആലോചിച്ചു. MS ഗ്രൂപ്പ് എന്ന മാഹി ബേസ്ഡ് ക്രിക്കറ്റ് ബേസ്ഡ് PR ആണ് അനീഷിന്റെ PR. ഏറ്റവും വലിയ PR ടീമാണ് ഇവർ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കോമണർ എന്ന് പറഞ്ഞു വന്ന അനീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. PR തെറ്റെന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. PR ഒക്കെ ഉള്ളത് അവനവന്റെ കയ്യിലുള്ള പൈസയുടെ കാര്യങ്ങളും അളവുകളും ഒക്കെ പോലെ ഇരിക്കും, അല്ലാണ്ട് ഒന്നുമില്ല. PR-നെ പറ്റിയിട്ടൊന്നും ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല. പിന്നെ ഇവിടെ അനീഷിന്റെ പേരും പറഞ്ഞ് ഗ്രൂപ്പുകളിൽ കിടന്ന് തമ്മിൽ തല്ലുന്ന നാറികൾ കാരണം അനീഷിനാണ് ചീത്ത പേര് വരുന്നത്. ബേസിക്കലി എനിക്കത് യോജിപ്പില്ല. അനീഷ് ഇതൊന്നും അറിയുന്ന പോലുമില്ല. ഈ നാറുകൾ ഇവിടെ കിടന്ന് തമ്മിൽ തല്ലുന്നതും PR-ന്റെ പേര് പറഞ്ഞുള്ള ഫൈറ്റും കാര്യങ്ങളും ഇവിടെ സായിയെ വലിച്ചിട്ട് സായി ഡിഗ്രേഡ് ചെയ്യുന്നതെന്നും അനീഷൊന്നും അറിയണ പോലുമില്ല. ദയവ് ചെയ്തിട്ട് ഇമാതിരി നാറിയ പരിപാടികൾ കാണിക്കാതിരിക്കുക. എന്തൊക്കെ എവിടെയൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ട്, എന്തായാലും നോക്കാം. വലിയ അധികം ദിവസങ്ങളൊന്നുമില്ല, നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നേ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.